7 മണ്ഡലങ്ങളിൽ LDF ഇപ്പോഴും ലീഡ് നിലനിർത്തുന്നു. 12ഇടത്ത് UDF. ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രവചനങ്ങൾ ശരിയാവാൻ സാധ്യതയുണ്ടോ? ആദ്യ സൂചനയിൽ തിരുവനന്തപുരത്ത് ലീഡ് തിരിച്ചുപിടിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് എക്സിറ്റ് പോളുകളുടെ അനുകൂലമായ രീതിയിലല്ല ഇതുവരെ മികച്ച വസ്തുക്കളാൽ അത്യാധുനിക ഡിസൈനിൽ നിർമ്മിച്ചവയാണ് സുപ്രീം ടോട്ടൽ പൈപ്പിംഗ് സൊല്യൂഷൻ. ആജീവനാന്തം ഉഗ്രവേഗതയോടെ ഡെലിവറി ബോൾ ചെയ്യുവാൻ മുന്നോട്ട് കുതിക്കുന്നു. കളിയുടെ ഗതിവേഗം മാറ്റുന്നു. ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിക്കുന്നു. എതിരില്ലാത്ത നിറയുള്ള UDF ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പടിപടിയായി ഇതനുസരിച്ചാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. സത്യമായിട്ടുമായിരിക്കും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായി നിന്നോ ഏതാണ്ട് അതുപോലെയാണ് എന്ന് വിയർക്കുകയാണ്. 287 വോട്ട് മാത്രമാണ് മാവേലിക്കരയിൽ ഇപ്പോൾ കൊടുക്കുന്നതിലുള്ളത്. എന്തായാലും ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും പൂജ്യമായിരുന്ന കോൺഗ്രസ് ഒരുപാട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഗുജറാത്തിൽ ഉണ്ട്, രാജസ്ഥാനിൽ ഉണ്ട്, UP പ്രത്യേകമായി ഉണ്ട്. അങ്ങനെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലും ഒരുപാട് മുന്നേറ്റം നാം കാണുകയാണ്. ഈ എക്സിറ്റ് പോളുകളുടെ എല്ലാം വിശ്വാസ്യതയെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ചോദ്യങ്ങൾ വരുന്നത് മുഴുവൻ നേരത്തെ പാർട്ടി കമ്മിറ്റിക്കകത്ത് കളഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യത്തിന് പ്രധാനമായും ഇന്ത്യയുടെ നേതൃത്വം മാറും. ഏജൻസിയോട് വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ മോദിക്ക് വാരണാസിയിലുണ്ട് എന്നുള്ളതാണ് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഇന്ത്യയിലേക്കാണ്. മണ്ഡലങ്ങളിലെ ലീഡ് നില ആലത്തൂരിൽ KRകൃഷ്ണൻ 767 വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. പാലക്കാട് വിജയരാഘവൻ 782 വോട്ടിന് മുന്നിലാണ്. പൊന്നാനിയിൽ സമതാനി 202 വോട്ടിനാണ് മുന്നിലുള്ളത്. പൊന്നാനിയുടെ ഇപ്പോഴത്തെ ലീഡ് അതും അവരുടെ കണക്കനുസരിച്ച് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. കോൺഗ്രസ് 7 സീറ്റ് മുന്നിലാണ്. ശിരോമണി അകാലികളുടെ 1 സീറ്റാണ് NDAക്ക്. 110 സീറ്റുകളുടെ ലീഡ് നില രാജ്യത്ത് വരുമ്പോൾ 152 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു. BJP സാധ്യതയില്ല എന്നതാണ്. 110ൽ 152 സീറ്റിൽ ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് തൃശ്ശൂരില്. തൃശ്ശൂരിലും തിരുവനന്തപുരത്ത് BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചത് 2 സ്ഥാനത്തുനിന്ന് വെല്ലുവിളികൾ.
സീറ്റായി ആലത്തൂരിൽ ഉയർന്നിരിക്കുന്നു. കേരളത്തിലും 16 LDF